ലോകത്തിലുണ്ടല്ലോ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് ഉള്ള കമ്പനി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും. 60,000 പ്രൊഡക്ഷൻ ആയിരിക്കും. എല്ലാ ബ്രിഡ്ജും നമ്മുടെ ഇവിടുത്തെ എല്ലാ ബിൽഡിങ്സും കണക്റ്റഡ് ആണ്. ബിൽഡിങ്ങിന്റെ അടി കൂടെ വണ്ടി പോകും. 2 സ്ഥലത്തും ബിൽഡിംഗ് ബിൽഡിങ്ങിന്റെ അടി കൂടെ പോകും. ഇവിടെ ഐ.ടി.യിൽ ജോലി കിട്ടാനായിട്ട് ചേട്ടൻ എന്തൊരു ചെയ്തത് നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർക്ക് വല്ല അഡ്വൈസ് കൊടുക്കണ്ട. ഒരു പള്ളി ഓടിക്കാണത് ആദ്യമായിട്ടാണ്. ഹായ് എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ നമ്മുടെ 17ാമത്തെ സ്റ്റേറ്റ് ആയിട്ടുള്ള മിനിസോട്ടയിലെത്തി. കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ മിഥുൻചാൻ്റെ വീട്ടിലെത്തി. നമ്മളിന്നേ നിങ്ങളെ ഒരു നഗരം കാണിക്കാൻ പോവാം. ഒരുപാട് ജിയോഗ്രഫിക്കലും ഒരുപാട് ചരിത്ര പ്രാധാന്യമായിട്ടുള്ള ആ നഗരം കാണിക്കാൻ പോണ്. മിനിയാപോളിസ് എന്ന് പറഞ്ഞ മിനിസോട്ടയുടെ ക്യാപിറ്റൽ കാണാൻ പോണ്. ഇന്ന് കൂടി ഉണ്ടല്ലോ ആലിപ്പഴം വീഴുന്നോണ്ടിരിക്കുക. നല്ല തണുപ്പും കയ്യൊക്കെ മരവിച്ചു തുടങ്ങി. അതെ, അപ്പൊ നമ്മള് മിനിസോട്ടയിലത്തെ മിനിയാപോളിസ് എപ്പിസോഡിലേക്ക് കിടക്കാണ്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അങ്ങനെ നമ്മൾ ഇന്നലെ മിഥുൻചേട്ടൻ്റെ വീട്ടിലേക്ക് എത്തി. മിഥുൻചേട്ടൻ നമുക്ക് ഇന്നലെ അടിപൊളി ഫുഡൊക്കെ തന്ന് ഫുൾ പവർ ആക്കി. മിഥുൻചേട്ടൻ അതെ. അപ്പൊ നമ്മൾ ഇന്ന് എന്തിനു പിടിക്കണം? നമുക്കിന്ന് കുറെ പിടിക്കാനുണ്ട്. മിനിസോട്ട എന്ന് പറയുന്നത് തന്നെ ഒരു ലാൻഡ് ഓഫ് 10,000 ലേക്സ് അല്ലേ? 10,000 ലേക്കുകളുടെ ഒരു സംഗമം. പിന്നെ അമേരിക്കയിലത്തെ ഏറ്റവും വലിയ മാള്, ഏറ്റവും ലാർജസ്റ്റ് മാൾ ഓഫ് അമേരിക്ക, അത് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. പിടിക്കാം നമുക്ക്. അതെ അതെ. പിന്നെ ഇവിടെ മിസിസിപ്പി റിവറിന്റെ സെന്റ് പോൾ മിനിയാപോളിസ്, 2 ട്വിൻ സിറ്റീസ് ആണ് ഇവിടെ. പിന്നെ ഒരു IT സിറ്റി കൂടിയാണ്. ഇവിടെ IT ഹബ്ബാണ്. ഒത്തിരി കമ്പനീസ് ഉണ്ട്. 3M, മെട്രോണിക്സ്. മെട്രോണിക്സ് ഒക്കെ ഇവിടെയാണല്ലേ? 3M എന്ന് പറയുന്നത് മിനിസോട്ട മൈനിങ് ആൻഡ് മാനുഫാക്ചറിംഗ് ആണ്. നമ്മുടെ ഹെൽത്ത് കെയർ. ഓ, കഥകളപ്പൊ പറയണ്ട കുറെ. ഒത്തിരി കമ്പനീസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് ഇവിടെ. അപ്പൊ നമ്മൾ തുടങ്ങണം. നല്ല മഞ്ഞ് പെയ്യുന്ന സമയത്തിന് ആലിപ്പഴാണ് വീണോണ്ടിരിക്കണേ. ഇന്നിവിടെ ഹാലോവീനും കൂടിയാണ്. ഹാലോവീൻ ഇന്ന് ആദ്യമായിട്ട് നല്ല തണുപ്പ് വന്നു. ഇന്നലെ ചൂടായിരുന്നു, തണുപ്പായി. അതെ അതെ അതെ. അപ്പൊ ഇനി മുത്തുമണി ഗുഡ് മോർണിംഗ്. ഓണല്ലേ നീ? ഓണല്ലേ? തുടങ്ങല്ലേ നമുക്ക്? അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം നമുക്ക്. അപ്പൊ നമ്മളൊന്ന് കപ്പിത്താനോടെ കിടക്കട്ടല്ലേ? കപ്പിത്താൻ നമുക്ക് മിഥുൻചാന്റെ വണ്ടി പോവാം. കാരണം നമ്മള് ടൗണിലേക്ക് ഇതുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതെ പാർക്കിംഗ് പ്രശ്നമായിരിക്കും. അതെ, അപ്പൊ നമുക്ക് പിടുക്കാം അല്ലെ? ഇത് ഹോണ്ടയുടെ ഓൾ വീൽ ഡ്രൈവ് പൈലറ്റ്. ഓക്കെ ഓക്കെ, അടിപൊളി. അങ്ങനെ നമ്മള് പതുക്കെ മിനിപ്പോളിസ് സിറ്റിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മുത്തിന്റെ നമുക്ക് കുറെ ഇൻഫോർമേഷൻ കിട്ടാണ്ട് ഈ ഒരു സിറ്റിനെ പറ്റിയിട്ട്. ഈ യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ കൂടിയാണ് നമ്മള് മിനിയാപോളിസ് എന്ന് പറയുന്നത്. തുടങ്ങല നമുക്ക്. എത്ര നാളെ മുത്ത് ഇവിടെ വന്നിട്ട്? ഞാനിപ്പോ മിനിയാപോളിസിൽ വന്നിട്ട് 8 വർഷം. അതിന്റെ ഇടയിൽ വേറെ 4 സിറ്റിയിലേക്ക് പോയിട്ടായിരുന്നു. പിന്നെ തിരിച്ചു വന്നു. ഇവിടെ 8 വർഷം. ഇവിടെ IT-യുടെ ഒരു ഹബ്ബാണ്. ഇവിടെ ഒത്തിരി കമ്പനീസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ അറിയുന്ന 3M, യുണൈറ്റഡ് ഹെൽത്ത് കെയർ, പിന്നെ കെയർ ഇവിടെ ഉണ്ട്. അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. ജനറൽ മിൽസ് ഉണ്ട്. ഇവിടെ മലയാളികളൊക്കെ എങ്ങനെയാ? ഒത്തിരി ഒരു 100-800 മലയാളി ഫാമിലീസ് ഉണ്ടാവും ഇവിടെ. ഇഷ്ടം പോലെയുണ്ട് മലയാളി ഫാമിലീസ് ഉണ്ട്. കാരണം ഷിക്കാഗോ കഴിഞ്ഞിട്ടൊരു മേജർ മെട്രോപൊളിറ്റൻ സിറ്റിയും കൂടിയാണിത്. ശരിക്കും സിറ്റി നോക്കുമ്പോ നമുക്ക് ചിക്കാഗോനെ പോലെ നിൽക്കാണെങ്കിൽ ഒരു ട്വിൻ സിറ്റീസ് എന്ന് പറയും. മിനിയാപോളിസും സെന്റ് പോളും കൂടി ചേർന്നിട്ടുള്ളതാണ് സിറ്റി. അപ്പൊ സെന്റ് പോൾ ഇവിടുത്തെ ക്യാപിറ്റൽ, സ്റ്റേറ്റ് ക്യാപിറ്റൽ മിനിസോട്ടയുടെ. ഇവിടെ ഒത്തിരി ലേക്സും കാര്യങ്ങളും ഫിഷിങ്ങും ഒരുപാട് ലേക്കുകൾ നിറഞ്ഞു നിൽക്കണ ഒരു സിറ്റിയാണ്. അതായത് ലോകത്തില് തന്നെ ഇപ്പൊ അലാസ്ക കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ ലേക്സ് ഇവിടെയാണ്. അമേരിക്കയിലെ ഏറ്റവും ലേക്ക് കൂടിയത് അലാസ്കയിലാണ്, മിനിസോട്ടയിലാണ്. അതിൽ തന്നെ ലാർജസ്റ്റ് ലേക്ക്, ഫ്രഷ് വാട്ടർ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് സുപ്പീരിയർ. ലോകത്തിലെ തന്നെ 10% ഫ്രഷ് വാട്ടർ അവിടെ ഇരിക്കുന്നത്. നമുക്കത് ഇവിടുന്ന് ഇന്ന് ക്ലൈമറ്റ് ഭയങ്കര മോശമായത് കൊണ്ടാണ് നമുക്ക് അല്ലെങ്കിൽ അങ്ങോട്ട് പോയായിരുന്നു. 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഭയങ്കര മഴയാണ്. നമുക്ക് അവിടെ പോയാലും കാറ്റും തെക്കിലും കാണാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ മിനിസോട്ട വരാണെങ്കിൽ എന്തായാലും ലേക്ക് സുപ്പീരിയർ കാണാം. നിങ്ങളൊരു ചരിത്രാന്വേഷകനാണ്, നിങ്ങൾ ജിയോഗ്രഫി ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ലേക്ക് സുപ്പീരിയർ കാണാം. നമ്മൾ ആഫ്രിക്കയിലത്തെ ഏറ്റവും വലിയ ലേക്കായിട്ടുള്ള ലേക്ക് വിക്ടോറിയ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു കേപ്പ് ടിക്കർ യാത്രയിൽ. ആഫ്രിക്കയിലത്തെ 3 ഏറ്റവും വലുതും ലേക്ക് മലാവിയും ലേക്ക് ടിറ്റിക്കാക്കിയും ലേക്ക് വിക്ടോറിയയും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ലേക്ക്, ഫ്രഷ് വാട്ടർ ലേക്ക് ആയിട്ടുള്ള ഈ ലേക്ക് സുപ്പീരിയറിന്റെ അടുത്തേക്ക് കൂടെ പോകാനായിട്ടുള്ള യോഗം നമുക്ക് കിട്ടി അല്ലേ? അതെ. അയ്യോ, ഇത് ഭയങ്കരമാണ്. ലേക്ക് സുപ്പീരിയർ എന്ന് പറയുന്നത് 10% ഫ്രഷ് വാട്ടർ ലോകത്തിൽ അടങ്ങിയിരിക്കുന്ന ലേക്ക് സുപ്പീരിയർ. ഇത് ഗ്രേറ്റ് ലേക്സിന്റെ ഒരു ഭാഗമാണ്. ഈ ലേക്കിലേക്ക് എവിടെ നിന്നൊക്കെ വെള്ളം വരണ? ശരിക്കും ഈ ലേക്സിൽ ഗ്ലേഷ്യർ പണ്ട് ഇതൊക്കെ ഐസേജിന്റെ ഭാഗമായിട്ട് കിടന്നിരുന്നതാണ്. ഗ്ലേഷ്യർ മാറി മാറി അത് ലേക്ക് ആയി കണ്ടത്. ഈ 5 ലേക്സ് ഗ്രേറ്റ് ലേക്സ് എന്നാ പറയാ. അതിൽ ലേക്ക് സുപ്പീരിയർ ആണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് വൺ.
അതിവിടെ, അത് കഴിഞ്ഞ് ലേക്ക് മിഷിഗൻ, ഷിക്കാഗോന്റെ അടുത്ത്, പിന്നെ ലേക്ക് ഹ്യൂറോൺ. ശരിക്കും നോർത്തേൺ സൈഡിലാണ് മൊത്തം എല്ലാ ലേക്സ്. ലേക്ക് ഹ്യൂറോൺ, ലേക്ക് ഇറി, പിന്നെ ലേക്ക് ഒണ്ടാരിയോ. ഈ ലേക്ക് ഇറിയിലാണ് നയാഗ്ര ഫോൾസ് എടുക്കുന്നത്. അപ്പൊ ഇതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ലേക്കാണ് ഈ ലേക്ക് സുപ്പീരിയർ. അതായത് ഇതില് ഈ 5 ഗ്രേറ്റ് ലേക്സിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് വൺ ആണ് സുപ്പീരിയർ. പിന്നെ ഇവിടെ മിസിസിപ്പി റിവർ. അപ്പൊ പണ്ട് അമേരിക്കയിൽ എല്ലാവരും ഈ ഇന്ത്യൻസ്, നേറ്റീവ് ഇന്ത്യൻസ് എന്ന് പറയുന്നത് ഈ മിസിസിപ്പി റിവറിന്റെ ചേർന്നായിരുന്നു അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ പണ്ട് കാലത്ത് ഈ റോഡും വാഹനങ്ങളൊക്കെ വരുന്നതിന് മുന്നേ എല്ലാവരും നമ്മുടെ റിവർ ആയിരുന്നല്ലോ മെയിൻ ട്രാൻസ്പോർട്ടേഷൻ. അപ്പൊ ഇവിടെ ഒട്ടുമിക്ക എല്ലാ സിറ്റീസും നിങ്ങൾ നോക്കിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാതും ഒരു റിവറിനോട് ചേർന്നിട്ടായിരിക്കും. അപ്പൊ ഇവിടെ നമ്മള് ചെറുപ്പത്തിലൊക്കെ പഠിച്ചില്ലേ മിസിസിപ്പി റിവർ. മിസിസിപ്പി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് മിനിസോട്ടയിൽ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ജോയിൻ ചെയ്യുന്നത് ഇത് സെന്റ് ലൂയിസിൽ വെച്ചിട്ട്. അപ്പൊ ലേക്ക് ടാസ്ക് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് മിസിസിപ്പി റിവർ. അത് കഴിഞ്ഞ് മിസിസിപ്പി റിവർ ഇവിടെ നിന്ന് പോയി സെന്റ് ലൂയിസിൽ എത്തുമ്പോ ലേക്ക് മിസോറി, ലേക്ക് മിസിസിപ്പി, പിന്നെ ലേക്ക് ഒഹയോ എല്ലാം കൂടി കേറി പോയി ഗൾഫ് ഓഫ് മെക്സിക്കോയിലേക്ക് കയറുന്നു. ഇതൊരു 10 സ്റ്റേറ്റ് കൂടെ കടന്നു പോകുന്നുണ്ട് ഈ മിസിസിപ്പി റിവർ. ഈ മിസിസിപ്പി റിവറിന്റെ ഉത്ഭവം നിലയ്ക്ക് ഇവിടെ ഒരുപാട് അതിന്റേതായ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ലേക്ക് സൈഡിലുള്ള ടൗണുകളും സംഭവങ്ങളും. പണ്ട് കാലത്ത് ഇവിടുത്തെ ഹിസ്റ്ററി നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ഒട്ടുമിക്ക എല്ലാ മെയിൻ ബിസിനസ് നടന്നത് ഈ റിവറിനോട് ചേർന്നിട്ടാണ്. ഈ സിറ്റിക്ക്, എല്ലാ സിറ്റിക്കും അതിന്റേതായ പ്രാധാന്യം. ഷിക്കാഗോ ഇവിടുത്തെ മെയിൻ ഇപ്പൊ ക്യാപിറ്റൽ ഫ്ലവർ മില്ലിന്റെ ക്യാപിറ്റൽ ആയിരുന്നു. ലോകത്തിലെ തന്നെ ഫ്ലവർ മില്ലിന്റെ ക്യാപിറ്റൽ ആയിരുന്നു. അപ്പൊ ഈ അന്ന് കാലത്തെ മിൽസ്, ഇവരുടെ മെയിൻ ഭക്ഷണം ബ്രെഡ് ആണല്ലോ. ഗോതമ്പും ഇതൊക്കെ ഉള്ള ഫ്ലവർ മിൽസ്, ഗോതമ്പ് പൊടിയും ഓൾ പർപ്പസ് ഫ്ലവർ ഒക്കെ പൊടിപ്പിച്ചിരുന്ന ജനറൽ മിൽസ്. പിന്നെ പിൽസ്ബർഗ്. ഇവര് ഈ മിസിസിപ്പി റിവറിന്റെ ഇപ്പുറത്തും അപ്പുറത്തും ചേർന്ന് കോമ്പീറ്റ് ചെയ്ത് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിരുന്ന സ്ഥലമാണ് ഇത് മിനിയാപോളിസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ചരിത്രം നോക്കാൻ ചലസാന്റപ്പ ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെന്നിപ്പിൻ എന്ന് പറഞ്ഞ ഒരു അച്ഛനുണ്ട്. ഒരു കാത്തലിക്, ഒരു ബെൽജിയൻ കാത്തലിക് അച്ഛനാണ്. ആ അച്ഛനാണ് ഇവിടെ അമേരിക്ക എക്സ്പ്ലോർ ചെയ്തേക്കുന്നത്, നമ്മുടെ നയാഗ്ര ഫോൾസ് കണ്ടുപിടിച്ച അച്ഛൻ. അപ്പൊ ആ അച്ഛൻ വന്നിട്ട്, ആ അച്ഛനാണ് നയാഗ്ര ഫോൾസ്. അത് കഴിഞ്ഞ് ആള് മിസിസിപ്പി റിവറിനോട് ചേർന്നിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ സിറ്റീസും അവളെ എക്സ്പ്ലോർ ചെയ്തേക്കുന്നത്. അപ്പൊ അവിടെ നേറ്റീവ് ഇന്ത്യൻസ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ആളാണ് ശരിക്കും എക്സ്പ്ലോർ ചെയ്തതൊക്കെ കണ്ടുപിടിച്ച്. അത് കഴിഞ്ഞിട്ടായിരിക്കില്ല നമുക്ക് യൂറോപ്പിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വന്ന് ഇത് ഒരു 1700, 1800, 600, 700 ആ ടൈമിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു. അപ്പൊ ആള് വന്ന് ഹെന്നിപ്പിൻ അച്ഛൻ വന്ന്, അത് കാരണം ഇവിടുത്തെ എല്ലാ സിറ്റികൾക്കും, ഇപ്പൊ ഞങ്ങളുടെ കൗണ്ടിയുടെ പേര് ഹെന്നിപ്പിൻ കൗണ്ടി എന്നാണ്. അങ്ങനെ ആളാണ് ഈ മിസിസിപ്പി മിനിയാപോളിസിനോട് ചേർന്നിട്ടുള്ള മിസിസിപ്പി റിവറും, പിന്നെ അവിടെ ഒരു സെന്റ് ആന്റണീസ് ഫോൾസ് ഉണ്ട്. അതായത് ഈ മിസിസിപ്പി റിവറിൽ ഒരേ ഒരു വാട്ടർഫോൾ ഉള്ളു, നാച്ചുറൽ വാട്ടർഫോൾ. അത് സെന്റ് ആന്റണീസ് ഫോൾസ് ആണ്. അത് മിനിയാപോളിസ് ഡൗൺ ടൗണിന്റെ അടുത്താണ് ഈ സെന്റ് ആന്റണീസ് ഫോൾസ്. അതും നയാഗ്ര ഫോൾസും ആണ് നമ്മുടെ ഹെന്നിപ്പിൻ ഫാദർ കണ്ടുപിടിച്ച വലിയൊരു കണ്ടുപിടുത്തം. മഞ്ഞിലും മഴയത്തും മുങ്ങി നിൽക്കണ മിനിയാപോളിസ് സിറ്റിയാണ് നമ്മൾ കാണുന്നത്. നല്ല മഞ്ഞ് വീഴ്ച കേട്ടാ. എന്തായാലും നമ്മുടെ ഈ യാത്രയിൽ നല്ലൊരു മഞ്ഞ് വീഴ്ച ഇവിടെ വന്നിട്ട് കാണാൻ പറ്റില്ല അല്ലേ? എന്തായാലും ഓരോ കാലാവസ്ഥയ്ക്ക് ഓരോ ഭംഗി. മഞ്ഞ് വീഴുമ്പോഴൊരു ഭംഗി ഉണ്ട്, അത് വേറെ കാര്യം. ആ ഒരു തണുത്ത ഫീലിംഗ് വേറെ മൂടാ. നമ്മളിപ്പോ ഡൗൺ ടൗണിലേക്ക് കിടക്കാൻ പോണു, മിനിയാപോളിസ് ഡൗൺ ടൗൺ. അവിടെ മെട്രോന്റെ ട്രെയിനൊക്കെ പോകണായിട്ടില്ല. US ബാങ്ക് സ്റ്റേഡിയം, മിനിസോട്ട വൈക്കിങ്സിന്റെ ഫുട്ബോൾ സ്റ്റേഡിയമാണ്. അതൊരു വമ്പൻ സ്റ്റേഡിയം. അത് മറ്റേ ഇൻഡോർ മഴയത്ത് അടയുന്ന സ്റ്റേഡിയം അടയുന്ന. പിന്നെ ഒരു സൂപ്പർ ബോളൊക്കെ ഇവിടെ നടന്നിട്ടുള്ളത്. ഇവിടുത്തെ മെയിൻ ഇവന്റ് ആണ് സൂപ്പർ ബോൾ. അതൊക്കെ ഇവിടെ 2019 ഇതിന് ഇവിടെ വെച്ചിട്ടാണ് നടന്നത്. വമ്പൻ സ്റ്റേഡിയം ആണല്ലോ, വമ്പൻ സ്റ്റേഡിയം, ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഡൗൺ ടൗണിലേക്ക് പതുക്കെ എൻ്റർ ചെയ്യണു. നന്നായിട്ട് മഞ്ഞ് വീഴുണ്ട്. ഇതിനെല്ലാറ്റിനും ഉപരി ഉണ്ടല്ലോ, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മാളുകളൊന്നായിട്ടുള്ള മാൾ ഓഫ് അമേരിക്ക കാണാൻ പോകുന്ന എക്സൈറ്റ്മെന്റ് ശരിക്കും നമുക്കുണ്ട്. ഇനി നമുക്ക് മിനിയാപോളിസ് ഡൗൺ ടൗൺ കാഴ്ചകളിലേക്ക് കടക്കാം. ആ മാളില്ലേ, ആ മാൾ ഓഫ് അമേരിക്ക എന്നാ പറയാം. അത് കാണേണ്ട സംഭവം കേട്ടോ. കാരണം ഇത് 90-ലൊക്കെ പണിതാണ്. നമ്മുടെ നാട്ടിലൊന്നും ചിന്തിക്കാൻ പറ്റില്ല ആ ടൈമിലൊക്കെ ഒരു വലിയൊരു മാള്. ലോകത്തിലെ ഏറ്റവും വലിയ മാളായിരുന്നു ആ ടൈമില്. ഇപ്പൊ മാറി. ഇപ്പൊ ദുബായിലും ബാക്കിയുള്ളടത്തൊക്കെ ഉണ്ടല്ലോ. മിനിയാപോളിസ് ഡൗൺ ടൗൺ എന്ന് പറയുന്നത് നമ്മുടെ ഒത്തിരി കമ്പനീസും ഈ മിസിസിപ്പി റിവറിനോട് ചേർന്ന് കിടക്കുന്നതാണ്. പിന്നെ ഒരു ഫെഡറൽ റിസർവ് ബാങ്ക്,
ഇവിടെ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലെയാണ് ഇവിടെ ഫെഡറൽ റിസർവ് ബാങ്ക് എന്ന് പറയുന്നത്. നമ്മുടെ US ഒരു 11 ഫെഡറൽ റിസർവ് ബാങ്ക് ഉണ്ട്, നോട്ടടിക്കുന്ന സ്ഥലം സെറ്റപ്പ് ഒക്കെ. അതിലൊരെണ്ണം ഇവിടെയാണ്. അത് ഷിക്കാഗോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന നോർത്തില് വെസ്റ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന ഒരു സിറ്റിയാണ്. അവിടുത്തെ കഴിഞ്ഞ ഏറ്റവും വലിയ മെട്രോപൊളിറ്റൻ സിറ്റി ആണല്ലോ ഇവിടെ. ഒത്തിരി ലക്ഷം ജനങ്ങൾ ഈ 2 ട്വിൻ സിറ്റീസിൽ ബേസ് ചെയ്ത് ജീവിക്കുന്നത്. നമ്മൾ ഇതിനെ പറ്റി കേട്ടപ്പോഴേ ഇത്രയധികം മലയാളികൾ 800 കുടുംബങ്ങളൊക്കെ കൂടി ഉണ്ടെന്ന് കേട്ടപ്പോൾ അത്ഭുതമായില്ലേ? നമ്മൾ ആദ്യമായിട്ട് വന്നപ്പോൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇവിടെ ഇന്ത്യൻസ് ഉണ്ടെന്നുള്ളത്. ഒത്തിരി ഇന്ത്യൻസ് ഉണ്ട് ഇവിടെ, ഒത്തിരി ഇന്ത്യൻസ് ഉണ്ട്, ഒത്തിരി മലയാളീസ് ഉണ്ട്. അലാസ്ക കഴിഞ്ഞ ഏറ്റവും തണുപ്പുള്ള ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ് അമേരിക്കയിലുള്ള. ഷിക്കാഗോനായിട്ട് ഒരു പൊടിക്ക് കൂടി തണുപ്പ്. ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നത് ഈ ബ്ലൂ കളർ മറ്റേ ബ്രൗൺ കളറുള്ള ഒരു വെറൈറ്റി ബിൽഡിംഗ് നോക്കിയാലേ ഹോട്ടലാണ് അത്. നല്ല കള്ളക്കം ബിൽഡിംഗ് കേട്ടോ. നമ്മൾ ചിക്കാഗോയിലും ന്യൂയോർക്കിലൊക്കെ മുമ്പ് ഇങ്ങനത്തെ ബിൽഡിങ്ങൾ കാണാൻ പറ്റുന്ന വിചാരിച്ചു. പക്ഷെ നമ്മൾ അതിന് മുമ്പ് തന്നെ അമേരിക്കയുടെ മോൾ ഭാഗത്തേക്ക് വന്നപ്പോ മൊത്തം കളി മാറിയിട്ടാ അല്ലേ? നമ്മൾ ഇന്നലെ തന്നെ ഈ ഫാമിംഗ് ലാൻഡും എല്ലാം കണ്ടിട്ടേ ദിവസം കൊണ്ട് ഫുള്ള് സ്ട്രക്ചർമാരൊക്കെ ഭയങ്കര കാഴ്ചകളാണ് നമുക്ക് കേട്ടിരിക്കണടാ. ഇവിടുത്തെ മെട്രോ ട്രെയിനിനെ കടന്നു പോയിക്കൊണ്ടിരിക്കണടാ. സാന്റോ ഈ ബ്രിഡ്ജ് കണ്ടില്ലേ? എല്ലാ ബ്രിഡ്ജും നമ്മുടെ ഇവിടുത്തെ എല്ലാ ബിൽഡിങ്സും കണക്റ്റഡ് ആണ്. ഈ റോഡ് മാർഗം ആരെങ്കിലും ക്രോസ് ചെയ്യണ്ട, ബിൽഡിംഗിനുള്ളിൽ കൂടെ തന്നെ നമുക്ക് എല്ലാ ഡൗൺ ടൗണിലെ ബിൽഡിംഗും ഇന്റർ കണക്റ്റഡ് ആണ്. കാരണം ഇവർക്ക് വിന്ററിൽ ട്രാവൽ ചെയ്യാനും ഇപ്പൊ ഈ 4 മാസം നല്ല വിന്റർ ആണല്ലോ. ഈ ലൈൻ കഴിഞ്ഞ അടുത്ത ലൈനിലും ആൾക്കാരെ ക്രോസ് ചെയ്യണം. ഇവിടെ ബിൽഡിങ്ങിന്റെ അവിടെ മഞ്ഞിലൂടെ ക്രോസ് ചെയ്യണ്ടെന്ന് വെച്ചിട്ടുണ്ട് കളി. സ്കൈവേസ് അവര് പറയുന്ന ഏറ്റവും കൂടുതൽ സ്കൈവേസ് മൈലുകളോളം എടുക്കേണ്ട ഈ സ്കൈവേസ്. അപ്പൊ ഏറ്റവും കൂടുതൽ സ്കൈവേ കണക്ട് ചെയ്തിട്ടുള്ള സിറ്റിയും കൂടിയാണ്. ആ പ്രത്യേകതയും കൂടി ഉണ്ട്. ഇത്രയും വലിയ സിറ്റിയാന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലാട്ടോ. നമ്മൾ ചിക്കാഗോ വലിയ പരിപാടി, ന്യൂയോർക്ക് വലിയ പരിപാടി എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഇമ്മരത്തെ കാഴ്ചടാ. എന്താണ് എല്ലാ ബിൽഡിങ്ങിന്റെ സൈഡിൽ കൂടെ ക്രോസ് ചെയ്യണം, അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് ക്രോസ് ചെയ്യണ്. ആർക്കും ഒരു തണുപ്പിന്റെ പ്രശ്നം വരാൻ പാടില്ല ഇവിടെ. അതിന് ഒരു മെയിൻ പരിപാടിട്ടാ. ഇവരുടെ വിഷൻ എന്ന് പറയുന്നതേ ചിന്തിക്കാൻ പറ്റില്ല നമുക്ക്. ഇതൊക്കെ പണ്ട് കാലം മുതലേ ഇവർക്കുണ്ട്. ഇപ്പൊ ഈ ഇവിടെ അമേരിക്കയിലുള്ളതും ഈ ഇവിടെ ഉള്ളതും എല്ലാ കെട്ടിടങ്ങളും ഈ കണക്ഷൻസ് എയർപോർട്ട്സ് ഒക്കെ അന്ന് കാലത്തുള്ള വിഷനാണ്. 100 വർഷം അവര് ഇവിടെയൊക്കെ 50 വർഷം. പക്ഷെ നമ്മള് ഷിക്കാഗോ ന്യൂയോർക്ക് പോകണമെങ്കിൽ ഒരു 100 വർഷത്തെ ഹിസ്റ്ററിയാണ്. അന്നേ അവർ ഇങ്ങനെ പണിത് വെച്ചേക്കാം. ഈ പോലീസ് എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒത്തിരി സിറ്റികൾ എൻഡ് ചെയ്യുന്ന പോലീസിലാണ്. ഇപ്പൊ മിനിയാപോളിസ്, ഇൻഡിയാനാപോളിസ്, കാനാപോളിസ്, അങ്ങനെ ഒത്തിരി സിറ്റീസ് ഉണ്ട് ഇവിടെ. പോലീസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഫ്രഞ്ചില് സിറ്റി എന്നാണ് തോന്നുന്നത് അതിന്റെ പേര്. അല്ല, ഇത് തണുപ്പ് വരുമ്പോ അതിന്റെ ഉള്ളിൽ എന്തോ സംഭവം നടക്കുന്നുണ്ട്. തണുപ്പ് വരുമ്പോ ആവി പോണത് കാണുന്നതാണ്. ഇത് US ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടർ. ഇതിന്റെ US ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഐടിയിൽ ജോലി കിട്ടാനായിട്ട് ചേട്ടൻ എന്തൊരു ചെയ്തത്? നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർക്ക് വല്ല അഡ്വൈസ് കൊടുക്കണ്ട? ഐടിയിൽ ജോലി കിട്ടാൻ നമ്മുടെ നാട്ടിലൊരു ജോലി ഉള്ള ഒരു കമ്പനിയിൽ ഉണ്ടെങ്കിൽ അവർ H1B എന്ന് പറഞ്ഞ വിസ സ്പോൺസർ ചെയ്യും. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ അമേരിക്കയിൽ പണ്ട് ഒത്തിരി സ്പോൺസർ ചെയ്തിരുന്നു. പണ്ട് കാലത്ത് വരാൻ ഇത്തിരി കൂടി എളുപ്പമായിരുന്നു. ഇത്തിരി ടൈറ്റ് ആയി. പക്ഷെ അങ്ങനെ ഇവിടെ വന്ന് നമ്മള് ഇവിടുത്തെ കമ്പനീസിൽ വർക്ക് ചെയ്ത് ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്തിരുന്നത്. അവിടെ നിന്ന് കണക്ഷനിൽ SIPയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് കണക്ഷനിൽ പിന്നെ നാട്ടിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇതിപ്പോ എന്റെ 4ാമത്തെ സിറ്റിയാണ്. ഇപ്പൊ കുറച്ച് നാൾ എന്തായാലും ഇവിടെ ഉണ്ടാവും. നമ്മൾ അടുത്ത ഒരു കമ്പനി ടാർഗറ്റ് സെന്റർ നിങ്ങൾ ആ ബിൽഡിംഗ് ടാർഗറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് മിനിയാപോളിസിലാട്ടോ. ഇവിടെ നമ്മുടെ ടീമുകൾ ഇവിടെ അണിനിരുന്നുണ്ട് കേട്ടോ. ടീമുകളെ നമ്മള് ടൗൺ ടോപ്പൊക്കെ വരുമ്പോ നമുക്ക് ശ്രദ്ധിക്കണം. ഗെയിമുകൾ കളിക്കുമ്പോ ആ മിനിസോട്ടയുടെ നമ്പർ പ്ലേറ്റ് നോക്കിയാലേ ഇവിടുത്തെ ലേക്ക് സുപ്പീരിയറിനെ ബേസ് ചെയ്തിട്ടുണ്ട് 5 ആൾക്കാർ മീൻ പിടിക്കണത്. ഓരോ കൺസെപ്റ്റുകൾ കൊടുക്കാല്ലേ നമ്പർ പ്ലേറ്റ്. ഇതൊരു ചർച്ച്. കുറെ ചർച്ചുകൾ നമ്മൾ ഇതിൽ പോകുമ്പോൾ കാണാൻ പറ്റും. നമുക്ക് 125 വർഷം 120 വർഷമൊക്കെ മുമ്പുള്ള കളിയാട്ടത്. സാറിന്റെ ഈ ബിൽഡിംഗ് കണ്ടാ? ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ ടോളസ്റ്റ് ബിൽഡിംഗ്, ഫോഷേ ടവർ എന്ന് പറഞ്ഞിട്ട്. നല്ലതാണ്. അതിനുശേഷം പിന്നെ ഒട്ടുമിക്ക കുറെ ബിൽഡിങ്സ് വന്നു. ഇത് 1920 ഒരു നല്ല പഴക്കമുള്ള സാധനമാണ്. ഇത് ഒരു 20-50 ആ റേഞ്ചിലുള്ളതാണ്.
സാധനം ഈ ബിൽഡിംഗ് ഉണ്ടാ, ബിൽഡിങ്ങിന്റെ അടി കൂടെ വണ്ടി പോകും. 2 സ്ഥലത്തും ബിൽഡിംഗ്, ബിൽഡിങ്ങിന്റെ അടി കൂടെ പോകും. അത് ഹെന്നിപ്പിൻ കൗണ്ടി ഗവൺമെന്റ് സെന്റർ, അതായത് ഇവിടുത്തെ ഹെന്നിപ്പിൻ കൗണ്ടിയുടെ മെയിൻ സെന്റർ ആണ്. എല്ലാ ബിൽഡിംഗിലും 40-30-40 നിലയൊക്കെ മിനിമം ഉണ്ടല്ലേ? ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കൂടെ ഒരു ഹൈവേ അല്ലെങ്കിൽ ഡൗൺ ടൗൺ റോഡ് പോകണമെന്ന് ആദ്യമായിട്ട് കാണട്ടോ. ഇതില് റെയിൽവേ പാളാണ് ചേട്ടാ? ഇത് റെയിൽവേ പാളമായിരുന്നു പണ്ട്. ഇത് റെയിൽവേ പാളമായിരുന്നു. ഇവിടെ റെയിൽവേ പാളം വരനായിട്ട് മുന്നേ ഇത് നമ്മുടെ അച്ഛൻ ഫെനിപ്പിൻ അച്ഛൻ കണ്ടുപിടിച്ച വാട്ടർഫോൾ ആണ്. അത് ഈ റൈറ്റ് സൈഡിലാണ്. അവിടെ നിങ്ങൾ കാണണം ചെറിയൊരു വാട്ടർഫോൾ. പക്ഷെ ഇതൊരു മാൻമെയ്ഡ് വാട്ടർഫോൾ പോലെ അല്ലേ? പക്ഷെ ഇത് നാച്ചുറൽ വാട്ടർഫോൾ ആണ്. അതായത് ഈ കാണുന്ന വാട്ടർഫോൾസ് നമ്മുടെ ഫെനിപ്പിൻ അച്ഛൻ കണ്ടുപിടിച്ച 2ാമത്തെ ഫോള് നയാഗ്രയ്ക്ക് ശേഷം. അപ്പൊ അച്ഛൻ പറയുന്നത് മിസിസിപ്പി റിവറില്, അച്ഛനല്ല ഇപ്പൊ ശരിക്കും മിസിസിപ്പി റിവറിൽ ആകെ ഒരൊറ്റ വാട്ടർഫോൾ ഉള്ളൂ, അത് ഇതാണ്. അത് ഫോള് പോലെ കാണുന്ന, അത് അവര് കുറച്ച് മിനുക്കുമണികൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇതാണ് നാച്ചുറൽ ഫോൾസ് ആയിരുന്നു. അപ്പൊ ഇത് കഴിഞ്ഞാൽ പിന്നെ മിസിസിപ്പി റിവർ ഗൾഫ് ഓഫ് മെക്സിക്കോ എത്തുന്ന ഒരൊറ്റ വാട്ടർഫോൾ ഇല്ല. ഈ റിവർ ക്രോസ് ഈ റിവർ ശരിക്കും ഈ ടൗണിന്റെ നേരെ ഹൃദയത്തിൽ കൂടെ കടന്നു പോകുന്നത്. അപ്പൊ ഈ 2 റിവറിനോട് ഇപ്പുറത്ത് നോക്കിയാൽ അറിയാം, ഇവിടെ മിൽ സിറ്റി, അപ്പുറത്ത് പിൽസ്ബറി എന്ന് കാണിക്കും. ഈ 2 ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനറൽ മിൽസും പിൽസ്ബറിയും ഫ്ലവർ ഈ അരിപ്പൊടി അല്ല ഗോതമ്പൊടി, ഇവിടുത്തെ ആൾക്കാർക്ക് ഗോതമ്പൊടിയാണല്ലോ, അതും പിന്നെ ഓൾ പർപ്പസ് ഫ്ലവറും. അന്ന് കാലത്ത് ബ്രെഡ് ആണല്ലോ മെയിൻ ഫുഡ്. അപ്പൊ ഫ്ലവർ മില്ലുകളുടെ ക്യാപിറ്റൽ ആയിരുന്നു ഇത്. ഇവിടെ ഫ്ലവർ മിൽ, മിനിയാപോളിസ് എന്ന ഫ്ലവർ മിൽ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് ആയിരുന്നു. അപ്പൊ പിൽസ്ബറി, ജനറൽ മിൽസ് ഒക്കെ ഇവിടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. അവരുടെ ഒത്തിരി പ്രൊഡക്ട്സ് കേട്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ അവരെല്ലാതും ഷിപ്പ് ചെയ്യുന്നത് ഈ റിവർ വഴിയാണ്. അന്നല്ല ഷിപ്പിംഗ് ഗുഡ്സ് ഒക്കെ ഷിപ്പ് ചെയ്യുന്നത് റിവർ 800 കഥയായിട്ട് പറഞ്ഞേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ട്രെയിനൊക്കെ അതിന് ശേഷമല്ല വന്നത്. ട്രെയിൻ വരലും പിന്നെ നമ്മുടെ വണ്ടികൾ വരലും ഫ്ലൈറ്റ് വരലും. പക്ഷെ അന്ന് ആ കൂടെയുള്ള മാർഗം റിവർ അല്ലേ? എല്ലാ പരിപാടിയും റിവറാണ്. അങ്ങനെ നമ്മുടെ മുത്ത് സ്ഥലത്തേക്ക് വന്നിട്ട് നമുക്കൊരു സാധനം കാണിച്ചു തരാം. മഞ്ഞിങ്ങനെ ഉണ്ടല്ലോ. നമ്മളിങ്ങനെ നാട്ടിൽ നിന്ന് വന്നിട്ട് അനുഭവിക്കുന്ന സുഖം വേറെ കേട്ടോ. ഓരോ രാജ്യത്ത് പോകുമ്പോൾ ഓരോ സുഖം കേട്ടോ. എന്നിട്ടാണ് കൂടെ സ്പെഷ്യൽ കാണാനുള്ളത്. ഇവിടെ അല്ല നമ്മുടെ സെന്റ് ഫോൾസ് ഉള്ളത്. നമുക്ക് ഇതിന്റെ മീനൊന്ന് സൂപ്പർ കഴിച്ചിട്ട് ഇവിടെ നമുക്ക് കാണാം. കാലാവസ്ഥ അനുകൂലല്ല, എന്നിരുന്നാലും ടീം ട്രാവലിസ്റ്റ് കാണിക്കാണ്ട് പോവോ? കല്ല് വീണ പോലെ അല്ലേ? സത്യം. അത് കാരണം എക്സൈറ്റ്മെന്റ്. 7 ദിവസത്തെ ഒരു ആഫ്രിക്കൻ യാത്ര പോയാലോ? അതും സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, സാംബിയ എന്ന രാജ്യങ്ങളിലൂടെ. ഒരുപാട് പേര് പറഞ്ഞു ചെറിയ യാത്രകൾ സംഘടിപ്പിക്കാൻ സാധനപ്പാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ അടുത്ത യാത്ര, ഈ യാത്രയിൽ 2 നാച്ചുറൽ വണ്ടേഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടനും ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളൊന്നായിട്ടുള്ള വിക്ടോറിയ വെള്ളച്ചാട്ടവും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇതിപ്പോ നമ്മളൊരു ഗത്രി തിയേറ്റർ എന്ന് പറഞ്ഞ തിയേറ്ററാണ്. ഇവിടെ മറ്റേ പ്ലേസ് ഒക്കെ നടക്കില്ല, അതിൽ വന്നൊക്കെയാണ്. പിന്നെ മീതെന്നൊരു കാഴ്ചയുണ്ട്. ആ കാഴ്ചയാണ് വേണ്ടത്. ഭയങ്കര ഹൈറ്റ് ഉണ്ടല്ലേ? ഒരു 4 നിലയുടെ ഹൈറ്റ്. അതെ, ഡയറക്റ്റ് 4ാമത്തെ നിലയിലേക്ക് കയറി പോട്ടാ. ഒരു ഓൾഡ് അപ്പാപ്പൻ നിൽക്കണൊക്കെ ഫ്രെയിമില്. അപ്പാപ്പന് ഈ പ്രായത്തിൽ മുടി ക്ലീൻ ആക്കണൊക്കെ അല്ല ചുള്ളൻ. വെള്ളച്ചാട്ടം കണ്ടുപിടിച്ച അച്ഛൻ കണ്ടുപിടിച്ച ഒരു ഫാളാണത്. സെന്റ് ആന്റണി ഫാൾസ് എന്ന് പറയും. സെന്റ് ആന്റണീസ് ഫാൾസ് ഈ ഒറ്റ ഫാളാണ് മിസിസിപ്പി റിവറിൽ ആകെ കൂടിയുള്ള ഒരേ വാട്ടർഫോൾ. ആ വാട്ടർഫോൾ ഈ മഞ്ഞൾ നമ്മൾ കാണുന്നത്. അന്നേരം കാണാണ്ട് പോകാൻ പറ്റില്ല. ഇത് ഈ പോണത് മിസിസിപ്പി റിവർ ആണല്ലേ? ഓക്കെ. എന്നാലും കാണിക്കാണ്ട് പോകാൻ പറ്റില്ല. നയാഗ്ര ഫാൾസും ഈ ഫോളാണ് ഹെന്നിപ്പിൻ ഫാദർ കണ്ടുപിടിച്ചത്. ഇത് കാണുമ്പോ ഒരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നുന്നുണ്ടല്ലോ ഇവിടേക്ക് അല്ലേ? ആർട്ടിഫിഷ്യാലിറ്റി അല്ല, പക്ഷെ അത് നാച്ചുറൽ ഫോൾസ് ആണ്. ഒരൊറ്റ വാട്ടർഫോളാണ് മിസിസിപ്പി റിവറിലുള്ളത്. 1880-1800 ഇവിടെ നിറച്ച് കപ്പലുകളും, കപ്പലെന്ന് വെച്ചാൽ വലിയ വലിയ ബോട്ടുകൾ, ഗുഡ്സും സാധനങ്ങളൊക്കെ നിറഞ്ഞു നടക്കുന്ന സ്ഥലമായിരുന്നു ഈ മിസിസിപ്പി റിവർ. ഇവിടെ നമുക്ക് അറ്റ്ലാന്റിക്കിലേക്ക് കടക്കാൻ പറ്റുന്നോളല്ലേ? ഗൾഫ് മഞ്ഞ്
കല്ലക്കണ്ടാ നല്ല മഞ്ഞ് വീഴ്ചയാണ് ഈ കൊല്ലത്തെ ആദ്യത്തെ മഞ്ഞ് വീഴ്ച. ആദ്യത്തെ മഞ്ഞ് വീഴ്ച നമുക്ക് നമ്മൾ വന്നപ്പോൾ മഞ്ഞ് വീണട്ടാ. ഇന്നലെ വരെ അവിടെ കുഴപ്പമുണ്ടാകുന്നില്ലേ? അതെ. ഓ ഇവിടെ അടിപൊളി കാഴ്ചയാണല്ലേ. എന്തായാലും നമുക്ക് കാണിക്കാതെ നമ്മൾ കാണിച്ചിട്ട് പോകണം. അതെ അതെ. എന്തായാലും ഈ വെള്ളച്ചാട്ടത്തിന്റെ പകൽ ദൃശ്യം നമുക്ക് ഇതിന്റെ കൂടെ തരാട്ടാ. അപ്പൊ അതിന്റെ ബ്യൂട്ടി നിങ്ങൾ ആ രീതിയിൽ കണ്ടോ. നമ്മളെന്തായാലും ഈ മഞ്ഞിൽ കാണുമ്പോൾ ഒരു സന്തോഷം അത് വേറെ തന്നെയാട്ടാ. ഒരു കാപ്പി കുടിച്ചാലേ സന്തോഷം മാറില്ലോട്ടാ. ഓ ഫുള്ള് കൊഴിയാൻ പോകാമല്ലേ. ചെക്കൻ്റെ സൗണ്ടിൽ തോന്നുന്നുണ്ട്. ഒരു ഡിഗ്രി അടിച്ച് അങ്ങനെ ഇന്നലെ പച്ചപ്പില് മുങ്ങി നിന്ന മിനിയാപോളിസ് കണ്ടോ വൈറ്റില് മുങ്ങിട്ടോ. നോക്കിയാ മഞ്ഞ് പെയ്ത് ഫുള്ള് വെള്ളമായി തുടങ്ങിട്ടോ. ഇവിടെ ഇപ്പൊ എങ്ങനെ നീ ചിക്കാഗോലിക്ക് മുമ്പ് എന്തായിരിക്കും സ്ഥിതി ദൈവത്തിന് അറിയാലേ. വണ്ടി ഓടിക്കല് നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇതിന്റെ ബ്രേക്ക് ഭയങ്കര മോശസ്റ്റാ. എന്തായാലും നമ്മൾ ഇന്നും കൂടി ഉണ്ട്. വിന്റർ ടയർ ഇല്ല, ബ്രേക്ക് 2 കട്ട, ചെറിയ കട്ടുള്ളൂ. എന്തായാലും ചിക്കാഗോയ്ക്ക് വേണ്ടി സൂപ്പർ എക്സൈറ്റഡ് ആണ്. നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കും. നാളെ രാവിലെ നമ്മൾ ചിക്കാഗോയിലേക്ക് ഹെഡ് ചെയ്യും. നമ്മൾ നാളെ പോകുമ്പോഴേ ഒരു വെറൈറ്റി ഹോസ്പിറ്റല്, ലോകത്തിലെ നമ്പർ 1 ഹോസ്പിറ്റലായ മയോ ക്ലിനിക് കാണിച്ച് നമ്മുടെ ഇന്നസെന്റ് പിണറായി വിജയൻ സാറൊക്കെ പോയി ട്രീറ്റ് ചെയ്തിട്ടുള്ള ആ ഹോസ്പിറ്റലിന്റെ റിവ്യൂ ചെയ്തതിനുണ്ടാവും കമ്മിങ് സൂൺ. ഇതുപോലൊരു പള്ളി കണ്ടോ നീ അമേരിക്കയില്? ഇതൊരു ഭയങ്കര ഒരു മേക്കിംഗ് ആണല്ലോ മുത്തത്. അയ്യോ, ഇത് സെന്റ് പോൾ കത്തീഡ്രൽ എന്ന് പറയും. ഐസ് പെയ്യുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി അല്ലേ? ഒരു റോമിലൊക്കെ കാണുന്ന ഒരു ചർച്ച് പോലെ. നമ്മുടെ സെന്റ് പോൾ എന്ന് പറഞ്ഞ ഈ സിറ്റിയുടെ പേര്. അപ്പൊ ആ സെന്റ് പോളിന്റെ നാമത്തിലൊരു പള്ളി, സെന്റ് പോൾ കത്തീഡ്രല്. ഇതിങ്ങനെ കാണുമ്പോ ഉള്ളില് വേറൊരു മൂടായിരിക്കല്ലോ. അയ്യോ, വൺ സെറ്റപ്പ് അല്ലേ? അതിന്റെ ഉള്ളിൽ നിന്ന് കാണണം. അതൊരു ബിഗ്ഗസ്റ്റ് ചർച്ചിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ചർച്ചാണ് അമേരിക്കയിൽ തന്നെ. നമ്മള് ബിഗ്ഗസ്റ്റ് മാളിന് ശേഷം ബിഗ്ഗസ്റ്റ് ചർച്ച് കാണിക്കാൻ പോട്ടാ. സെന്റ് പോൾ ചർച്ച്, സെന്റ് പോൾ കത്തീഡ്രൽ. അതെ, ബിഗ്ഗസ്റ്റ് ചർച്ച് അല്ല ഇത്. ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ ലെവല് വേറെ ലോകാന്ന് പറയണേട്ടാ. കാറ്റും ഭയങ്കര അനുഭവമായിരുന്നു അല്ലേ? നല്ല കാറ്റിട്ടാ. അപ്പൊ നമ്മളെ കത്തീഡ്രൽ ഓഫ് സെന്റ് പോൾസ് കാണാനായിട്ട് നമ്മൾ ഏത് കാറ്റും മഴയും ട്രാവലിസ്റ്റ ഫാമിലിക്ക് കല്ലുകൊണ്ട് വെച്ചിട്ടാണോ? ഫുൾ കല്ലോ. 1851 പണിത പള്ളിയാന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? അന്നത്തെ കൊത്തുപണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഹൈറ്റില് എങ്ങനെയായിരിക്കണം ഒരു കൊത്തുപണി? എന്തോ ഒരു ഒന്നൊന്നര സംഭവം. അതായത് ഇവിടുത്തെ അമേരിക്കയിൽ തന്നെ ഏറ്റവും വലിയൊരു ചർച്ചില് ഇത് ഉൾപ്പെടുത്താവുന്ന ഒരു സംഭവമാണിത്. നമുക്ക് ഒരു പള്ളി ഓടിക്കാണുന്നത് ആദ്യമായിട്ടാണ്. തണുപ്പ് സഹിക്കാൻ പറ്റില്ലട്ടോ അല്ലേ? മഞ്ഞ് പെയ്യുമ്പോ ഇത് തുടങ്ങി മേത്തൊക്കെ തുറന്നല്ല. പള്ളി കണ്ട് ഓടണ പോലെ ആൾക്കാർ ആ ചരിത്രത്തിലേക്ക് ഒരു 170 വർഷം ബാക്കിലേക്ക് നമ്മൾ മിനിയാപോളിസിന്റെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും ഇതാട്ടാ. ഉള്ളിലേക്കാന്ന് തോന്നുന്നത് ഭയങ്കര കൺസ്ട്രക്ഷൻ ആട്ടാ. മൈക്കലാഞ്ചലോട്ടാ തിയേറ്റർ മൈക്കലാഞ്ചലോടാ. ഇത് എങ്ങനെയാണ് അവര് എന്ത് സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യണേ. എനിക്ക് ഈ മാധവനെയും ഈശ്വരനും ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ഷേപ്പ് അടിപൊളിയാണ് അല്ല അല്ലേ? ഇതിങ്ങനെ ഒരു ചെറിയ ചിപ്പോണ്ട് ഉണ്ടാക്കിയിട്ടാണ് മൊത്തം. ആ 1916 ബുക്ക് കണ്ട അവരെ പേജിന്റെ ഇത് കണ്ടത്. പിന്നെ ഇത് ഏത് പുതിയ പള്ളിയിൽ 3 കാര്യങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ്. അത് പ്രാർത്ഥിച്ചിട്ട് പോവാം. എന്തൊരു പ്രാർത്ഥിക്കുന്നത്? 3 കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ള 3 കാര്യങ്ങൾ. അതൊരു വിശ്വാസമാണ്. പള്ളിയില്
സെറ്റപ്പിന്റെ ഒക്കെ പീക്കട്ടാ. നമ്മള് മിണ്ടാമല്ലടാ, അമ്മ സൈലൻസാ. ഇത്രയും വീതി കൂടിയിട്ടുള്ളൊരു സംഭവം നമ്മൾ ആദ്യമായിട്ട് കാണട്ടാ. ഇതുണ്ട്, ഇന്നത്തെ കാലത്തൊക്കെ കൊത്തുപണി ചെയ്ത് വെച്ചിരിക്കുന്നതാ. ഏറ്റവും മുമ്പിൽ തന്നെ സെയിന്റ് പോളിന്റെ പ്രതിമ വെച്ചിട്ടുണ്ടാ. സെന്ററിൽ ഭയങ്കര ഒരു ആർക്കിടെക്ചറിന്റെ ഒരു സംഭവം തന്നെ ആർക്കിടെക്ചറിന്റെ അവസാന വാക്കൊന്നൊക്കെ ആയിരിക്കട്ടെ ചിലപ്പോ. ഗോൾഡൊക്കെ ഉണ്ടാവും ചിലപ്പോ. പക്ഷെ അതെങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആലോചിക്കട്ടെ ഞാൻ. 10 വർഷമായി, 180 വർഷം പഴക്കമുള്ളതാണ്. നമ്മുടെ എടപ്പള്ളി പള്ളിനേക്കാളും ഒക്കെ വലുതാട്ടോ. അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സ്ട്രക്ചറായത്. ഈ പള്ളികളൊക്കെ ഫേമസ് ആണ്. ഇവിടുത്തെ കൊത്തുപണികളും ഒരു റോമൻ സ്റ്റൈലല്ലേ അവരെ എല്ലാതും. നമ്മള് സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക അതിനൊക്കെ ഒരു മോഡി പിടിച്ചിരിക്കാവുന്ന ഒരു സെറ്റപ്പ് അല്ലേ. മുകളിൽ വെക്കുന്ന ആ മെറ്റൽ പീസില്ലേ, അതൊരൊറ്റ സ്ട്രക്ചറാണ് അത്. അത് ഇത്രയും തൂങ്ങുമ്പോൾ താങ്ങാൻ നിൽക്കുന്നത്. അല്ലാതെ മെറ്റലാണ്, മുകളിലിരിക്കുന്ന മെറ്റലാണ്. ഓക്കെ. പിന്നെ ഇതിന്റെ വേറൊരു ഭംഗി എന്ന് പറഞ്ഞെങ്കിൽ ഇത് ഒരൊറ്റ ഇത് നോക്ക്, ആ ഡോം നോക്കും മുകളിലോട്ടുള്ള ഡോം. ഇത് ഒരു സിംഗിൾ ഡോം, ഇത്രയും വലിയ ഡോം ഈ ഭാഗത്ത് ചുരുക്കം കാണുള്ളൂ. പിന്നെ ഏത് സൈഡിൽ നിന്നാലും കുർബാന കാണുന്ന ആൾക്കാർക്കൊക്കെ ഏത് സൈഡിൽ നിന്നാലും ഓൾട്ടർ ഭയങ്കര വിസിബിളാ. ലൈറ്റ് ഗ്ലാസ് പെയിന്റിങ്സ് ഉണ്ട് അവിടെ. ഓ, ഇതൊക്കെ അത് തന്നെയല്ലേ? ഇതൊക്കെ ഗ്ലാസ് പെയിന്റിങ്സ് ആണ്. ഇത് ഏത് രൂപമാണ് ഇതിന്റെ ഇടയിൽ നിൽക്കുന്നത്, ഈ ആർച്ചിന്റെ ഉള്ളിൽ നിൽക്കുന്നത്? ഒരു മാലാഖമാരാണ്. ഇത് സെന്റ് ജോൺ, എല്ലാ അപ്പോസ്റ്റൽസും, സെന്റ് മാത്യു. ഓ, സെന്റ് മാത്യൂസ്. അതൊരു മെറ്റൽ പീസ് ആണല്ലോ, ഒരൊറ്റ മെറ്റൽ മണിയില്ലേ, മണിയുടെ ഷേപ്പാ. കണ്ട ആ മാലാഖമാര് മണിയടിക്കണ ഒരു ഇത് ഇവിടുത്തെ ബിഷപ്പ് ഹൗസിന്റെ കത്തീഡ്രൽ എന്ന് പറയുന്നത് ബിഷപ്പ് ഹൗസിൽ അവരുടെ മെയിൻ പള്ളി. ഇപ്പൊ നമ്മുടെ തൃശ്ശൂര് പുത്തമ്പള്ളിയില്ലേ, അതുപോലെയാണ് ഇവിടുത്തെ കത്തീഡ്രൽ എന്ന് പറയുന്നത്. അപ്പൊ അവര് ബിഷപ്പ് ഇരിക്കാനുള്ള കസേര കണ്ടു. ഇവിടെ എല്ലാ ദിവസവും കുർബാനയുണ്ടോ? ഇവിടെ എല്ലാ ദിവസവും കുർബാനയുണ്ട്. എല്ലാ ദിവസവും കുർബാനയുണ്ട് ഇവിടെ. ഭയങ്കര ഒരു ഫീലായിട്ട് ഇതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെ. ഈ പള്ളിയിൽ വരുമ്പോൾ നമുക്കൊരു ശരിക്കൊരു ഓട്ടോമാറ്റിക്കലി ഒരു പ്രയർ, ഒരു ഒതന്റിക് പള്ളിയിലോട്ട് വരുന്നതിന്റെ. സെന്റ് മാത്യൂസ് അല്ലേ? സെന്റ് മാത്യു, സെന്റ് മാത്യൂസിന്റെ പ്രതിമ. സെന്റ് മാത്യൂസ്. ഇതെല്ലാം സ്റ്റോൺ ആണ്. ഇവിടെ എല്ലാ അപ്പോസ്റ്റൽസും 12 ശിഷ്യന്മാരെയും പ്രതിമകളുണ്ട്. ഓക്കെ. ഇതിന്റെ പിന്നിൽ കൂടെയും പോകട്ടോ. ഓ, അങ്ങോട്ടും ഉണ്ടല്ലോ. അങ്ങോട്ടും പോകാൻ പറ്റും. ഓ, ഹാൻഡ് പെയിന്റിംഗ് ആണ്. അത് ഹാൻഡ് പെയിന്റിംഗ് ആണ്. ബിഷപ്പ് ഈ പള്ളി ഇനാഗ്രേറ്റ് ചെയ്തതിന്റെ ഒരു പെയിന്റിംഗ് കൊടുത്തേക്കുന്നതാണ് സെന്റ് പോൾ പള്ളി. അതിന്റെ ബാക്കിൽ സ്റ്റേറ്റ് ക്യാപിറ്റലിന്റെ സ്തൂപം നിൽപ്പുണ്ട്. ആ ലൈറ്റുകളും എല്ലാതും മെഴുതിരി കത്തിച്ച് വെച്ചേക്കണ പോലെ അല്ലേ. അതിന്റെ ഉള്ളില് കുർബാന ഭയങ്കര ഫീലാ സത്യം. അത് സൗണ്ടും കൂടെ വരുമ്പോഴേ ആ ഒരു ഭയങ്കര ഒരു എഫക്റ്റ് ആയിരിക്കും. ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം ആണ്. സാധനം നീ ആ ബാക്കിലോട്ട് നോക്കിയും അവിടെ കണ്ട അവിടുത്തെ പിയാനോ വായിക്കുമ്പോൾ അവിടെ നിന്നാണ്. അത് ഇവിടുത്തെ ഒട്ടുമിക്ക എല്ലാ പള്ളികളും ഉണ്ട്. പക്ഷെ അതിന്റെ ഒരു വമ്പൻ രൂപമാണിത്. അവിടെ നിന്നാണ് ശബ്ദം വരും. അതൊരു കണക്റ്റഡ് ആണ്. എല്ലാ പൈപ്പില്ലേ, ആ പൈപ്പിന്റെ ഉള്ളിൽ നിന്ന് ശബ്ദങ്ങൾ വരും. സാന്റപ്പാ ഈ പള്ളിയുടെ 4 കോർണറിലും ശ്രദ്ധിച്ചിരിക്കുന്നു. സെയിന്റ് മാർക്ക്, സെയിന്റ് ലൂക്ക്, സെയിന്റ് മാത്യു, സെയിന്റ് ജോൺ. ഇപ്പൊ 4 ശിഷ്യന്മാര് പുതിയ നിയമത്തില് ബൈബിളിൽ എഴുതിയിട്ടുള്ള 4 ശിഷ്യന്മാരുടെ പ്രതിമകളാണ് ഈ 4 വെച്ചേക്കുന്നത്. പിന്നെ ഇവിടുത്തെ മെയിൻ സെയിന്റ് പോളും. അതാണ് ഈ പള്ളിയുടെ പുണ്യാളൻ. ഇത് നമ്മുടെ നാട്ടില് കാണാത്തൊരു സിസ്റ്റം ഇത്. അതായത് ഇവിടുത്തെ പള്ളികളിൽ ഇങ്ങനെ തിരികൾ വെച്ചിട്ടുണ്ട്. നമ്മൾ $2 ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഇതേപോലെ ഇതിങ്ങനെ കത്തിച്ച് ഈ സ്റ്റിക്ക് കൊണ്ട് നമുക്ക് എത്ര തിരി വേണോ അതിങ്ങനെ കത്തിക്കാം. ഓരോ തിരിക്കും ഒരു $2. ഇടുന്നവർക്ക് ഇടാം, ഇടാത്തവരും ഉണ്ട്. പക്ഷെ അതൊരു ആൾക്കാർ ഇടും. സജസ്റ്റഡ് $2 ഡൊണേഷൻ. പക്ഷെ അത് കൊടുക്കണം നിർബന്ധമില്ല. പുതിയ മെഴുകുതിരി അല്ലേ, മെഴുകുതിരി കൊണ്ട് വരണ്ട. പിന്നെ സ്റ്റാൻഡേർഡ് ആയിരിക്കും കാണുമ്പോൾ. മറ്റ് നമ്മുടെ പള്ളിയിലുള്ള പോലെ നിൽക്കില്ല. അത് നല്ലൊരു കൺസെപ്റ്റ്. അത് പുറത്ത് വേറൊരു ലോകട്ടോ. മഞ്ഞുവീഴ്ചയുടെ വേറെ രൂപം.
നമുക്കിതിലേ മതവും അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിക്ക് പുറമേ പണ്ട് കാലത്ത് 1900-കൾ 400-കൾ മുതലുള്ള ആ ഒരു പ്രേക്ഷകർ ഇങ്ങനെ യൂറോപ്പിലും അതുപോലെ അമേരിക്കയിലും സൗത്ത് അമേരിക്കയിലൊക്കെ പോകുമ്പോൾ ഇതേപോലത്തെ നിർമ്മിതികൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ എവിടെ ചരിത്രത്തിൽ യൂറോപ്പിലായാലും എവിടെ പോകുമ്പോഴും നിർമ്മിതികൾ എപ്പോഴും ഒരു ക്രിസ്ത്യാനിറ്റിനെ അങ്ങനെ ബേസ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്കിതൊക്കെ കാണാൻ പറ്റുന്നതാ. അപ്പോൾ അത് വേറെ ഒരു മതമായിട്ടോ ഇതായിട്ട് നിങ്ങളൊന്നും എടുക്കരിക്കോ, ഇതൊരു വിഷ്വലായിട്ട് നമ്മളിങ്ങനെ കാണണട്ടാ. ഭയങ്കര മഞ്ഞ് വീഴ്ചേട്ടാ, രക്ഷയില്ല. അന്ന് കാലത്ത് ഇങ്ങനെ കുറേ ഉണ്ടാക്കി വെച്ചാൽ നമുക്കിത് കാണാൻ പറ്റുന്നതാ. ഓ കാറ് മഞ്ഞിൽ മൂടിയടാ. കയറിക്കോ. നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഉള്ളിൽ വേറെ ലോകം പുറത്ത് വേറെ ലോകം അല്ലേ. ഒരു സൗണ്ട് പോലും ഉള്ളിൽ കേൾക്കാല്ലേ. അത് ആർക്കിടെക്ചറിന്റെ മികവാവൂലേ. അതെ, നമ്മൾ ഈ ലോകയാത്രകളൊക്കെ കണ്ട അത്ഭുതങ്ങള് ഈ മേക്കിങ്ങിലൊക്കെ ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ നമ്മൾ പെറുവിൽ പോയപ്പോഴായാലും ബ്രസീലിൽ പോയപ്പോഴായാലും അർജന്റീനയിൽ പോയപ്പോഴായാലും കൂടുതൽ ഈ ദേവാലയങ്ങളും സംഭവങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ഇങ്ങനെ മേക്കിംഗ് ആയിട്ട് കണ്ടിരിക്കുന്നേട്ടാ. നമ്മൾ വത്തിക്കാനിൽ പോയപ്പോഴും യൂറോപ്പിലെ പല സ്ഥലങ്ങളിൽ പോയപ്പോഴൊക്കെ നമ്മൾ അങ്ങനെ കാണാട്ടാ. എന്തായാലും ഒരു പ്രത്യേക കാഴ്ച തന്നെയായിരുന്നു അടുത്ത്. എന്തായാലും ഫോളും വിന്ററും കൂടിയിട്ട് ഒരുമിച്ച് വന്നൊരു അസുലഭ നിമിഷ. സാധാരണ ഫോള് കഴിഞ്ഞ കൂടിയിട്ട് വിന്റർ വരണമെങ്കിൽ അല്ലെങ്കിൽ മഞ്ഞ് വീണെങ്കിൽ ഒരുപാട് സമയം പിടിക്കാറുണ്ട്. പക്ഷെ നമ്മളുടെ ഭാഗ്യം ടീം ട്രാവലിസ്റ്റയുടെ ഭാഗ്യമാണല്ലേ. എന്നാ അതിന്റെ ഭംഗി നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. ഇവിടൊക്കെ ഭയങ്കര കാഴ്ചട്ടാ, നോക്കിയാ. അയ്യോ ഗംഭീരം. അത് മാത്രല്ല ഇവിടെ ഇനി 1 മണിക്കൂർ കൂടി ഉള്ളത്. മഞ്ഞിന് വീഴ്ച നിൽക്കും, പഴയ രീതിക്ക് പോകും. നല്ല കാറ്റുണ്ടായിരുന്നു. അതൊന്ന് ഹലോവിന്റെ നമുക്ക് വൈകിട്ട് മാള്, അമേരിക്കത്തെ ഏറ്റവും വലിയ മാള് നമുക്ക് അപ്പം കണ്ടല്ലോ. അത് നല്ലത്. അപ്പൊ പിടിക്കാം. അപ്പൊ നമുക്ക് ആ 3M ഓഫീസ് കാണിക്കണം. 3M ഓഫീസിന്റെ കഥ നിങ്ങൾ കേട്ടില്ലേ? ലോകത്തിലുണ്ടല്ലോ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് ഉള്ള കമ്പനി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും. 60,000 പ്രൊഡക്ട്സാണ് അവർക്കുള്ളത്. 60,000 പ്രൊഡക്റ്റ് ഉള്ള നമ്മള് ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാത്തിലും 3M എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ 3M നമ്മൾ പലരും കേട്ടിട്ടുണ്ടെങ്കിലും അതിന്റെ പേര് മിനസോട്ട മൈനിങ് ആൻഡ് മാനുഫാക്ചറിംഗ് എന്നാണ്. 3M പറഞ്ഞ കഥയാണ്. അതാണ് മിനസോട്ട മൈനിങ് ആൻഡ് മാനുഫാക്ചറിംഗ് ആണ് ഈ 3M എന്ന് പറയുന്നത്. അത് പണ്ട് കാലത്ത് ഇവിടെ മൈനിങ്ങിന്റെ ഒരു മെയിൻ കേന്ദ്രമാണല്ലോ. അവരുടെ ഒരു പ്രൊഡക്ട്സും മൈനിങ് ചെയ്തിട്ട് അവർക്ക് ഒരു വേറെ കുറെ കമ്പനീസ് ഒക്കെ ആയിട്ട് മെർജ് ചെയ്ത് ഒരു ഒട്ടുമിക്ക എല്ലാത്തിലും സാൻഡ് പേപ്പർ ഒക്കെയാണ് അവരുടെ ഫസ്റ്റ് സാധനങ്ങൾ വരുന്നത്. പിന്നെ അങ്ങനെ തുടങ്ങി മെഡിക്കൽ ഡിവൈസിലും. നമ്മൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻസ്പിറേഷൻ ഈ 3M കമ്പനി. കാരണം എന്താ പറയുക, 60,000 നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാലത്ത് അരിക്കച്ചവടം അരിപ്രാഞ്ചിയ അരി വിട്ടിട്ട് നീ ഒരു കളി കളിക്കരിക്കോട്ടാ എന്ന് പറയും. അത് നമ്മുടെ നാട്ടിലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ തെറ്റിദ്ധാരണകളുണ്ട്. നമുക്ക് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കാരണവന്മാര് വിൽക്കണ പ്രൊഡക്റ്റ് മാത്രം നമുക്ക് വിൽക്കാൻ പാടുള്ളൂ അല്ലേ? അപ്പൊ ആ ഒരു വിശ്വാസത്തിൽ അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റി മറിക്കണം. നമുക്ക് ഓരോ പ്രൊഡക്റ്റ് വിജയിച്ച് അടുത്ത പ്രൊഡക്റ്റിലേക്ക് ഇങ്ങനെ മാറി മറിഞ്ഞ് 60,000 പ്രൊഡക്റ്റുകളുള്ള ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റുള്ള കമ്പനിയാണ് ഈ 3M എന്ന് പറഞ്ഞ കമ്പനി. നമ്മൾ കാണുന്നത് ഒരപ്പേപ്പർ അല്ലെങ്കിൽ പശ എന്നൊക്കെയാണ്. പക്ഷെ അവർക്ക് മെഡിക്കൽ ആയിട്ടുള്ള പിന്നെ അവർക്ക് മെഡിക്കൽ ഉണ്ട്, അവരെല്ലാത്തിലും ഉണ്ട്. ഈ ഫ്ലൈറ്റിന്റെ ഇതിലുണ്ട്, എയറോസ്പേസിലുണ്ട്, പിന്നെ മെഡിക്കലിൽ അവർ ഒത്തിരി ചെറിയ ഡബിൾ സൈഡ് ടേപ്പ് തൊട്ട് വലിയ വലിയ സംഭവങ്ങൾ വരെ ആ കമ്പനിയുടെ പ്രൊഡക്റ്റാ. അത്രയും അവർ മൈന്യൂട്ടായിട്ട് അത് ചെയ്യുന്നുണ്ട്. ബിസിനസ് ചെയ്യുമ്പോ അങ്ങനെ ചെയ്യണം. ഒരു പ്രൊഡക്റ്റിന് കച്ചവടം അല്ലെങ്കിൽ അടുത്ത പ്രൊഡക്റ്റിന് കച്ചവടം ഉണ്ടാവേ. അങ്ങനെ 59,999 സാധനത്തിന് കച്ചവടം ഇല്ലെങ്കിലും 60,000ാമത്തെ ഇതിന് കച്ചവടം ഉണ്ടാവും, പ്രൊഡക്റ്റിന് കച്ചവടം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നോക്കിയൊക്കെ നമ്മള് നമ്മുടെ കാരണന്മാര് പറഞ്ഞ കേട്ട കേസ് നിങ്ങൾ കഥ കേട്ടിട്ട് ബിസിനസ് ചെയ്യാൻ പോയിരിക്കോട്ടോ. എല്ലാ സംഭവത്തിലും ബിസിനസ് ചെയ്തോ, ഒരു രക്ഷയില്ല. മാസ്ക് ഒക്കെ വന്നില്ലടാ, കോവിഡ് ടൈമിൽ മാസ്ക് വന്നില്ലേ? അവന്മാരല്ല നമ്പർ 1 ഈ N70 N90 അങ്ങനെ കുറെ മാസ്ക്. അയ്യോ 3M മാസ്ക് ഭയങ്കര ക്വാളിറ്റി അല്ലേ? ഇവര് ഹൈ ക്വാളിറ്റി സാധനങ്ങളൊക്കെ ഇറക്കുന്നത് ഇവിടെ തന്നെയാണ്. 3M ഒരു പ്രത്യേകത തന്നെയാട്ടോ. അങ്ങനെ 3M മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ കമ്പനീസും അങ്ങനെ തന്നെയാണ്. ഇവര് അമേരിക്കൻ ബേസ്ഡ് കമ്പനീസ് പറഞ്ഞാൽ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഒരിടയ്ക്ക് ആ കോവിഡ് ടൈമിൽ 3M മാസ്ക് കിട്ടാൻ പോലും ഇല്ലാത്ത കാനഡയിലും അമേരിക്കയിലൊക്കെ. നമ്മുടെ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് കമ്പനീനെ അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്യണം. തീർച്ചയായിട്ടും ട്രാവലിസ്റ്റ് നമുക്ക് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, കുഴപ്പമില്ല.
നാട്ടിൽ അങ്ങനെ കുറെ ഇപ്പൊ തട്ടാന്റെ മോൻ തട്ടാനാവണം, അല്ലെങ്കിൽ ഒരു ആശേരിയുടെ മോൻ ആശേരി തന്നെ ആവണം, അല്ലെങ്കിൽ വിജയിക്കില്ല. അതൊക്കെ മാറി. അതൊക്കെ ഒരു അന്ധവിശ്വാസമാണ്. ഇപ്പൊ അവരുടെ മക്കളൊക്കെ പറ്റില്ല. അവരൊക്കെയാണ് ഇപ്പൊ ഏറ്റവും വലിയ നിലയിൽ എടുക്കുന്നത്. നമുക്കറിയാവുന്ന ഒത്തിരി വലിയ ഡോക്ടേഴ്സ് ഒക്കെ അമേരിക്കയിൽ വന്നിട്ട് $1 million ശമ്പളം വാങ്ങിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ അവർ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നതാണ്. സ്കോളർഷിപ്പ് ഒക്കെ നേടി പഠിച്ച് ഇനിഷ്യേറ്റ് ചെയ്ത് വന്ന് ഭയങ്കര ഹൈലി പെയ്ഡ് ആൾക്കാരുണ്ട് ഇവിടെ. ഒത്തിരി പേര് സക്സസ് ആയിട്ടുള്ള ഭൂമിയല്ലത്. നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന അബ്ദുൽ കലാം സാറും ഇതേപോലെ തന്നെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്ന് എവിടെയോ ഒരു വലിയൊരു പദവിയിൽ നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മളും നമ്മൾ അതേപോലെ ആ ഒരു കൺസെപ്റ്റിൽ ചിന്തിക്കണം എന്ന് മാത്രം. അപ്പൊ അങ്ങനെ നമ്മള് 3Mന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കാണാട്ടോ. നോക്കിയാ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ബിൽഡിംഗ് മൊത്തം 3Mന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആട്ടാ. ഇതുണ്ടോ? അപ്പൊ നമ്മള് 3Mന്റെ ഓഫീസിന്റെ നേരെ മുമ്പിൽ എത്തിയപ്പോ ഡയലോഗ് എഴുതിക്കണ നോക്കിയാ, വെൽക്കം ക്രിയേറ്റേഴ്സ്, ഇൻവെന്റേഴ്സ് ആൻഡ് വെൻഡേഴ്സ്. ഏതാ ലോകം. ഇവരൊക്കെ ഹിസ്റ്ററി എടുത്ത് പഠിച്ചോട്ടെ മക്കളെ. നിങ്ങൾ ബിസിനസ്സിലല്ലോ രാജാക്കന്മാരാവെന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കോ? അല്ല, പുതിയ കൺസെപ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ അടുത്തൊക്കെ ചെല്ലാൻ പറ്റൂട്ടാ. പുതിയ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ ഓഫീസ് 3Mന്റെ ഓഫീസ് നമ്മൾ കാണുന്നത്. ഇത് 1902 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് ഉണ്ട്. ഈ ബിസിനസ്സിന് നമ്മൾ ഈ 120 വർഷം കഴിയുമ്പോൾ നോക്കി കാണുമ്പോൾ അവസ്ഥ ലോകത്തിലെ 60,000 പ്രൊഡക്റ്റ് ഉള്ള ഒരു കമ്പനി ആയിട്ട് മാറി. 3M എന്ന് പറയുന്നത് തന്നെ മിനിസോട്ട മൈനിങ് ആൻഡ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ ആണല്ലോ. ലോകത്തിൽ തന്നെ 60,000 പ്രൊഡക്ട്സ് 70 രാജ്യങ്ങളിൽ, മെയിൻ രാജ്യങ്ങൾ. പക്ഷെ 200 രാജ്യങ്ങളിലല്ല ലോകത്തെ എല്ലായിടത്തും കിട്ടാറുണ്ട്. ഏത് മേഖല എടുത്ത് നോക്കിക്കോ, ഏത് മേഖലയിൽ ഇവരുടെ പ്രൊഡക്റ്റ് ഉണ്ട്. ഇപ്പൊ ബിൽഡിംഗ് പണിയാനാച്ചാലും ഇപ്പൊ നമ്മുടെ മെഡിക്കൽ എക്യുപ്മെന്റ് ആയാലും എല്ലാത്തിലും നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് എടുത്താലും, ഭക്ഷണത്തിൽ ഇപ്പൊ നമ്മുടെ ഫോയിൽ ആയാലും എന്തിലായാലും ഇവരുടെ പ്രൊഡക്റ്റ് ഉണ്ടാവും. ശരിക്കും ഒരു ബിസിനസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവരെ ഇൻസ്പയർ ആവണ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കത് ശരിക്കും ഇവരുടെ ഹിസ്റ്ററി ഒക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ടാക്കണം ശരിക്കും, അല്ലേ? ഗംഭീരല്ലേ ഇവരുടെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇവര് മൈനിങ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ സാൻഡ് പേപ്പർ ആണ് ഇവരുടെ ഫസ്റ്റ് സക്സസ്ഫുൾ പ്രൊഡക്റ്റ്. അതായത് അന്ന് കാലത്ത് സാൻഡ് പേപ്പർ നമ്മള് ഉരയ്ക്കാനുള്ള സാൻഡ് പേപ്പർ ഇല്ലേ, അത് ഭയങ്കര ഈസി ആയിട്ട് സിമ്പിൾ ആക്കി കൊണ്ടുവന്നു. അത് ഭയങ്കര ഹിറ്റായി. കൂടുതൽ ഇവര് ബിസിനസ് ടു ബിസിനസ് ആണ്. കൺസ്ട്രക്ഷൻ മേഖല, പിന്നെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇല്ലാത്തൊരു കമ്പനി. ക്വാളിറ്റി 3Mന്റെ എല്ലാ പ്രൊഡക്റ്റും അത്രയും ഹൈ ക്വാളിറ്റിയാണ്. എന്തായാലും ആ ഒരു കാഴ്ച നമുക്ക് അത്ഭുതത്തോടെ നോക്കി കാണുന്നു. ഇത്രയും ഹൈപ്പ് പിടിക്കാനുണ്ടോ സാധനം ചോദിച്ചു കഴിഞ്ഞാല് ഇവരുടെ നമ്മൾ ഇവിടെ നിന്നിട്ട് ആ പ്രൊഡക്റ്റിനെ പറ്റിട്ട് പഠിക്കുമ്പോഴേ അത്ഭുതത്തോടെ നമ്മൾ നോക്കി കാണണം. എന്തായാലും മിനിസോട്ട സ്റ്റേറ്റ് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള മിറാക്കിൾ കാഴ്ചയാണ് നമ്മൾ ഇനി കാണാൻ പോണത്. ഒരു കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാളും അമേരിക്കയിലത്തെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ മാളും നമ്മൾ ഇനി കാണാൻ പോണത്. ആലോചിക്കാൻ പറ്റുമോ? നമ്മള് രാവിലെ ഇറങ്ങിയിട്ടുള്ള കളിയല്ലാട്ടാ, ഫുള്ള് ഐസ് വീണു. വേറൊരു ഭംഗിയില്ല. ഈ കളർഫുൾ മേലേക്ക് വെള്ള കളർ വന്നപ്പോ ഒരു ഭംഗി വേറെ ഒന്നുമില്ലേ? അതെ, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് കഴിഞ്ഞിട്ട് വേണം. പോയപ്പോ ഭയങ്കര പച്ചപ്പറി മുങ്ങി കയറുന്നു. ഇത് ഫുള്ള് മഞ്ഞ് പെയ്തിരിക്കട്ടാ. നമ്മളിനി നേരെ കപ്പിത്താനും ഫുള്ള് മഞ്ഞായി. നമ്മളത് ഇനി ഭക്ഷണം കഴിച്ചിട്ട് വേണം അമേരിക്കയിലത്തെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ മാളുകളൊന്നായിട്ടുള്ള മാൾ ഓഫ് അമേരിക്ക കാണാൻ പോണട്ടാ. ഇവിടെ ഫുള്ള് മാറിയടാ. ഈശോ, ആലോചിക്കാൻ പറ്റോ? നമ്മുടെ കപ്പിത്താനുമ്പോ ഫുള്ള് മഞ്ഞ് വീണു. മഞ്ഞ് മാറ്റണല്ല, പണിട്ടാ. നോക്കി നടന്നോളട്ടാ. തെന്നില്ല, ചെറിയ ഇതുണ്ടാ. രാവിലത്തെ അവസ്ഥ നോക്കി, ഇപ്പത്തെ അവസ്ഥ നോക്കിയേ. കപ്പിത്താൻ പേടിക്കണ്ട, നമ്മുടെ ഉണ്ട് കേട്ടാ, പേടിക്കല്ല. ഈശോ, ഫുൾ ഐസായിട്ടാ. അത് ഭയങ്കരല്ലോ. ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോ എനിക്ക് ബാങ്ക് ഓർമ്മ വരാ. അങ്ങനെ കപ്പിത്താന്റെ ബ്രേക്ക് 2 കട്ടുള്ളൂ. അതെനിക്കൊരു പേടി അല്ലേ. നാളെ ഇത്തിരി പണി ഉണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് പോയാലോ. ആകെ 2 കട്ടുള്ളൂ. കപ്പിത്താന്റെ സൈഡിലൊക്കെ ഗ്ലാസ് മൊത്തമായില്ലേ. അയ്യോ, പൊരിച്ചു ഒരു 2 ഇഞ്ച് കനത്തിട്ടാ. അല്ല ഇവിടെ 1 ഇഞ്ച് വേറെ ഉണ്ട്. എന്തായാലും വേൾഡ് മാപ്പ് കണ്ട അമേരിക്ക എത്തിണ്ട്. ഏകദേശം നമ്മളിത് എവിടെ എത്തിണ്ടാ. ഉണ്ട് ഭയങ്കര ക്ലൈമറ്റ് ആയാലേ. അപ്പൊ നമുക്ക് ഉച്ചഭക്ഷണം കഴിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ
മാൾ ഓഫ് അമേരിക്ക, അമേരിക്കയിലെ ഏറ്റവും വലിയ മാൾ കേട്ടാ. വഴിക്കൂട്ട് അവിടെ നടക്കുമ്പോ